കൺവേർട്ടർ കപ്പാസിറ്റർ എന്താണ് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ 5 വോൾട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വരുന്നത് ഔട്ട്പുട്ട് എന്നാണ് 5 വോൾട്ട് ആയിരിക്കും. ഇപ്പം ബാറ്ററിയുടെ വോൾട്ടേജ് ഡൗൺ ആയി കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഔട്ട്പുട്ട് കറക്റ്റ് 5 വോൾട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഫൈവ് വോൾട്ടാണ് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ സമയത്ത് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 3.94 വോൾട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് 5 വോൾട്ടിൽ തന്നെ നിൽക്കും. 5 വോൾട്ടിൽ തന്നെ എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബക്ക് കൺവേർട്ടർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ബക്ക് കൺവേർട്ടർ ഓണാക്കാനും ഓഫാനാക്കാനും വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് 5 വോൾട്ട് ഔട്ട്പുട്ട് എടുത്ത് നേരെ ഞാൻ USB ഫീമെയിൽ പോർട്ട് USB കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാം, പവർ ബാങ്ക് ചാർജ് ചെയ്യണമെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണുള്ളത്. താങ്ക് യു.